നഗരത്തിനു പുറത്തുള്ള വിജനമായ സ്ഥലത്തു നടന്ന അന്വേഷണത്തിൽ ഹാങ്കിനും സംഘത്തിനും ലഭിച്ച തെളിവുകൾ അടിസ്ഥാനമാക്കി പോലീസ് ആസ്ഥാനത്ത് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവരുടെ സ്ഥിരം നോട്ടപ്പുള്ളികളായ ക്രേസിയും എമിലിയോയും മിസ്സിംഗ് ആണെന്ന സത്യം ഒരു തരത്തിൽ രണ്ട് തലവേദനകൾ ഒഴിഞ്ഞ സമാധാനമായിരുന്നു ആ സംഘത്തിന് നൽകിയത്. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ക്രേസിയുടെ വണ്ടിയിൽ നിന്നും കിട്ടിയ മെത്ത് പരിശോധിച്ച റിസൾട്ട് അവരെ ശരിക്കും ഞെട്ടിച്ചു. ഇന്നേ വരെ അമേരിക്കയിൽ കാണാത്ത അത്രയും ക്വാളിറ്റിയുള്ളതും ഗ്ലാസ് പോലെ തിളങ്ങുന്നതുമായ മെത്തായിരുന്നു അത്. അതോടെ ഈ മേഖലയിൽ വളരെയധികം കഴിവുള്ള ഏതോ ഒരാൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും തങ്ങൾക്ക് ഒരു പുതിയ വെല്ലുവിളി ഉയർന്നുവെന്നും ഹാങ്കും സംഘവും മനസ്സിലാക്കി. അവിടെ നിന്നും ലഭിച്ച ആ ഗ്യാസ് മാസ്കിൽ നിന്നും കിട്ടാവുന്നത്ര തെളിവുകൾ ശേഖരിച്ച് എത്രയും പെട്ടെന്ന് അവനെ പൂട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് പറയുന്ന ഹാങ്ക് കർശനമായ അന്വേഷണത്തിന് തന്റെ ടീമിന് നിർദ്ദേശം നൽകി. എന്നാൽ താൻ അന്വേഷിക്കുന്ന ആ വലിയ കുറ്റവാളി തന്റെ അളിയനായ വാൾട്ടർ തന്നെയാണെന്ന് ഹാങ്ക് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അടുത്ത അവധി ദിവസം വാൾട്ടറും കുടുംബവും ഹാങ്കിനും മേരിക്കുമൊപ്പം ഒരു ചെറിയ വിരുന്നിലായിരുന്നു. സന്തോഷം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ വാൾട്ടർ താൻ സ്കൈലറിനെ കണ്ടുമുട്ടിയതും അവർ പ്രണയിച്ച കഥകളും അവിടെ പങ്കുവച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സ്കൈലർ പെട്ടെന്ന് സങ്കടം അടക്കാനാവാതെ കരയാൻ തുടങ്ങി. അവളെ ആശ്വസിപ്പിക്കുന്ന മേരി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ വാൾട്ടറിനോട് ചോദിക്കാൻ പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അപ്പോഴേക്കും തനിക്ക് ക്യാൻസർ ആണെന്ന സത്യം വാൾട്ടർ സ്കൈലറിനോട് പറഞ്ഞിരുന്നു. അതോടെ തന്റെ കുടുംബത്തോട് ആ സത്യം പറയാൻ നിർബന്ധിതനായ വാൾട്ടർ ഹാങ്കിനോടും മേരിയോടും തന്റെ മകനോടും ആ സത്യം തുറന്നു പറഞ്ഞു. ഇത് കേട്ട എല്ലാവരും പകച്ചുപോയി. എങ്കിലും ധൈര്യം വീണ്ടെടുത്ത ഹാങ്കും മേരിയും അവരെ ആശ്വസിപ്പിച്ചു. നഗരത്തിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ തന്നെ വാൾട്ടറിനെ ചികിത്സിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന് മേരി സ്കൈലറിന് ഉറപ്പുകൊടുത്തു. ഒപ്പം എന്ത് തന്നെ സംഭവിച്ചാലും നിന്റെ കുടുംബം ഒരിക്കലും കഷ്ടപ്പെടില്ലെന്ന് ഹാങ്ക് വാൾട്ടറിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അതേസമയം വാൾട്ടറും ജെസ്സിയും ചേർന്നുണ്ടാക്കിയ ഹൈ ക്വാളിറ്റിയുള്ള മെത്ത് തന്റെ സുഹൃത്തുക്കളായ സ്കിന്നി പീറ്റിനും കോംബോയ്ക്കും പരിചയപ്പെടുത്താൻ ജെസ്സി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. വീടിന്റെ മേലെ നിലയിലെ ബാത്ത് ടബ് പൊളിഞ്ഞു വീണ ഭാഗം ശ്രദ്ധിക്കുന്ന കോംബോ അതെന്ത് സംഭവിച്ചതാണെന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും വീടിന്റെ പഴക്കം കാരണം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അവൻ ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. ജെസ്സിയുടെ പഴയ പാർട്ട്ണറായ എമിലിയോയെയും ക്രേസിയെയും പറ്റി സ്കിന്നി അവനോട് അന്വേഷിച്ചെങ്കിലും തനിക്ക് അവരുമായി ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന ജെസ്സി തന്റെ പെരുമാറ്റത്തിലും മറ്റും അവർക്ക് സംശയം തോന്നാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ആ രണ്ട് കൊലപാതകങ്ങൾ ചെയ്തതിന്റെ ഓർമ്മകളും കുറ്റബോധവും ജെസ്സിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. മെത്ത് ഉപയോഗിക്കുമ്പോൾ ഈ പേടിയും തോന്നലുകളും കൂടുതലാവുന്നതിനാൽ തൽക്കാലം അത് ഉപയോഗിക്കുന്നത് നിർത്തിയ ജെസ്സി നിലവിൽ താൻ കഞ്ചാവ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചു. അതോടെ മെത്ത് പ്രതീക്ഷിച്ചു വന്ന സ്കിന്നി പീറ്റും കോംബോയും നിരാശരായി അവിടെ നിന്നും പോകാനൊരുങ്ങി. അവരെ പിണക്കാതിരിക്കാൻ താൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ക്രിസ്റ്റൽ മെത്ത് പുറത്തെടുത്ത ജെസ്സി അവരോടൊപ്പം വീണ്ടും അമിതമായ അളവിൽ അത് ഉപയോഗിച്ചു. അവർ പോയ ശേഷം വീട്ടിൽ ഒറ്റയ്ക്കായ ജെസ്സിക്ക് പോലീസ് അവനെ തേടി വരുമോ എന്ന ഭയമുണ്ടായിരുന്നു. ഈ ഭയവും തോന്നലുകളും ഒപ്പം അമിതമായ മയക്കുമരുന്ന് ഉപയോഗവും അവനെ ഒരുതരം മാനസിക വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോയി. അടുത്തുള്ള പള്ളിയിൽ നിന്നും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ള അറിയിപ്പുമായി എത്തിയ രണ്ട് കുട്ടികളെ തന്നെ കൊല്ലാൻ വരുന്ന ക്രേസിയുടെ ഗുണ്ടകളായാണ് ജെസ്സിക്ക് തോന്നിയത്. ഇനിയൊരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ ജെസ്സി തന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി മെത്ത് കയ്യിലെടുത്ത് വീടിന്റെ മതിൽ ചാടിക്കടന്ന് പ്രാണനും കൊണ്ട് പുറത്തേക്കോടി രക്ഷപ്പെട്ടു. അതേസമയം വാൾട്ടറിന്റെ വീട്ടിൽ ഭർത്താവിന്റെ ചികിത്സ എവിടെ തുടങ്ങണമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഭാര്യ സ്കൈലർ. നഗരത്തിലെ ഏറ്റവും മികച്ച ക്യാൻസർ സ്പെഷ്യലിസ്റ്റായ ഡെൽക്ക വോളി എന്ന ഡോക്ടറെ സ്കൈലർ അപ്പോഴേക്കും ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ ആ ഡോക്ടറുടെ ചികിത്സ ലഭ്യമല്ലാത്തതുകൊണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ $5000 സ്വന്തം കയ്യിൽ നിന്നും കൊടുക്കണം. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ഭയത്തിൽ നിൽക്കുന്ന വാൾട്ടറിനോട് തന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം എടുക്കാമെന്നും ബാക്കി അളിയൻ ഹാങ്കിനോടും മേരിയോടും നമുക്ക് കടം ചോദിക്കാമെന്നും അവൾ പറഞ്ഞു. എന്നാൽ അഭിമാനിയായ വാൾട്ടർ ഹാങ്കിനോട് പണം വാങ്ങരുതെന്നും തൽക്കാലം $5000 തന്റെ പെൻഷനിൽ നിന്നും വായ്പയായി എടുക്കാമെന്നും പറഞ്ഞു. മുൻപ് ക്രേസിയുടെ കയ്യിൽ നിന്നും ലഭിച്ച പണം വാൾട്ടർ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കുന്ന വാൾട്ടർ ആ പണം ഉപയോഗിച്ച് തൽക്കാലത്തെ ചികിത്സാ ചെലവുകൾ പരിഹരിച്ചു. അപ്പോഴേക്കും മാനസിക നില തെറ്റി വീട്ടിൽ നിന്നും ഭയന്നോടിയ ജെസ്സി നേരെ പോയത് തന്റെ സ്വന്തം വീട്ടിലേക്കാണ്. ജെസ്സിക്ക് അച്ഛനും അമ്മയും ഒരു അനുജനുമാണുള്ളത്. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ട ജെസ്സിയെ മാതാപിതാക്കൾ പലതവണ തിരുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും മാറാൻ അവൻ തയ്യാറായിരുന്നില്ല. അതോടെ ഇളയ മകന്റെ ഭാവിയും അവരുടെ ജീവിതവും ജെസ്സിയുടെ മയക്കുമരുന്ന് ഉപയോഗം കാരണം അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ അവർ അവനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതായിരുന്നു. വീട്ടിലെത്തിയ ജെസ്സിയെ സന്തോഷത്തോടെയല്ലെങ്കിലും അച്ഛനും അമ്മയും സ്വീകരിച്ചു. ഇത്തവണ എന്ത് പ്രശ്നവുമായിട്ടാണ് അവൻ വന്നതെന്ന ഭയം
സമയം അവർക്കുണ്ടായിരുന്നു. അവനോട് അതേപ്പറ്റി സംസാരിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. തന്റെ അനുജനുമായി സമയം ചിലവഴിക്കാൻ ജെസ്സി ശ്രമിച്ചെങ്കിലും അവരുടെ ആകെ പ്രതീക്ഷയായ ഇളയ മകനെ ജെസ്സിയുടെ കൂട്ടുകെട്ട് നശിപ്പിക്കുമെന്ന ചിന്തയിൽ അമ്മ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നതിൽ ജെസ്സിക്ക് വളരെ ദേഷ്യവും വിഷമവും തോന്നി. അന്ന് രാത്രി ജെസ്സിയുടെ സുഹൃത്തായ കോംബോ അവനെ വിളിച്ച് അവന്റെ കയ്യിലുള്ള മെത്തിന്റെ ക്വാളിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും അത് മൊത്തമായി എടുക്കാൻ അവന്റെ കയ്യിൽ ചില കസ്റ്റമേഴ്സ് ഉണ്ടെന്നും പറഞ്ഞു. പണം ആവശ്യമായതിനാൽ ജെസ്സി അടുത്ത ദിവസം തന്നെ അത് $8000 കോംബോയ്ക്ക് വിറ്റു. അതിന്റെ പകുതി $4000 ജെസ്സി നേരെ പോയത് വാൾട്ടറിന്റെ വീട്ടിലേക്കാണ്. എന്നാൽ വാൾട്ടർ അവനെ ആട്ടിപ്പായിക്കാനാണ് ശ്രമിച്ചത്. നമ്മളെല്ലാം നിർത്തിയതാണെന്നും നീ ഇനി എന്നെ കാണാൻ വരരുതെന്നും വാൾട്ടർ അവനോട് പറഞ്ഞു. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്നും നമുക്കത് വീണ്ടും തുടങ്ങിക്കൂടെ എന്നും ജെസ്സി വീണ്ടും ചോദിച്ചെങ്കിലും തനിക്ക് താല്പര്യമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ വാൾട്ടർ അവനോട് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു. അതോടെ വാൾട്ടറിന്റെ ഷെയറായ $4000 അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞ ശേഷം ജെസ്സി അവിടെ നിന്നും പോയി. തിരികെ വീട്ടിലെത്തിയ ജെസ്സിയെ കാത്ത് മറ്റൊരു പ്രശ്നം നിൽപ്പുണ്ടായിരുന്നു. മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ജോലിക്കാരിക്ക് ലഭിച്ച കഞ്ചാവുമായി അമ്മയും അച്ഛനും ജെസ്സിയെ ചോദ്യം ചെയ്തു. ഇനിയും ഞങ്ങൾക്ക് ഇത് സഹിക്കാനാവില്ലെന്നും എത്രയും പെട്ടെന്ന് നീ വീട് വിട്ടിറങ്ങണമെന്നും അച്ഛൻ അവനോട് പറഞ്ഞു. ഒന്നും പറയാതെ പുറത്തേക്കിറങ്ങിയ ജെസ്സി ടാക്സി കാത്തു നിൽക്കുമ്പോൾ അനുജൻ ജെയ്ക്ക് അങ്ങോട്ട് വന്നു. യഥാർത്ഥത്തിൽ ആ കഞ്ചാവ് ജെസ്സിയുടേതായിരുന്നില്ല, അത് അവന്റെ അനുജന്റേതായിരുന്നു. തന്റെ പേര് പറയാത്തതിൽ അവൻ ജെസ്സിയോട് നന്ദി പറഞ്ഞു. താൻ കാരണം ഒരുപാട് അനുഭവിച്ച മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായ അനുജനും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർ അറിയണ്ട എന്ന് കരുതിയാണ് ജെസ്സി അത് തന്റേതാണെന്ന് സമ്മതിച്ചത്. അനുജനോട് ഇനി അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ശേഷം ജെസ്സി അവിടെ നിന്നും പോയി. അപ്പോഴേക്കും സ്കൈലറിനൊപ്പം വാൾട്ടർ ഡോക്ടറെ കാണാനെത്തി. വാൾട്ടറിന്റെ ക്യാൻസർ 3ാം സ്റ്റേജിലാണെന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും കീമോതെറാപ്പി വഴി ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടുമെന്നും ഡോക്ടർ പറഞ്ഞു. എങ്കിലും കീമോയുടെ സൈഡ് എഫക്റ്റുകൾ ധാരാളം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞതോടെ വാൾട്ടർ ആകെ പരിഭ്രാന്തനായി. മാത്രമല്ല ഇൻഷുറൻസ് കവറേജ് കഴിഞ്ഞാലും ഏകദേശം $1,00,000 അവർ കയ്യിൽ നിന്നും ചിലവഴിക്കേണ്ടി വരും. തിരികെ വീട്ടിലെത്തിയ സ്കൈലർ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോവാമെന്ന തീരുമാനത്തിലായിരുന്നു. എന്നാൽ ഇത്രയും വലിയ തുക നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്ന് വാൾട്ടർ അവളോട് ചോദിച്ചു. കുറച്ച് പണം പലിശക്കെടുക്കാമെന്നും താൻ ജോലിക്ക് പോകാൻ തയ്യാറാണെന്നുമൊക്കെ സ്കൈലർ പറഞ്ഞെങ്കിലും വാൾട്ടർ അവളോട് ഒരു ചോദ്യം ചോദിച്ചു. കടം വാങ്ങിയും കഷ്ടപ്പെട്ടും ഇതെല്ലാം ചെയ്തിട്ടും താൻ മരിച്ചാൽ എന്തു ചെയ്യും? കുടുംബത്തെ മുഴുവൻ കടക്കണിയിലാക്കി മരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് വാൾട്ടർ വിഷമത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടുനിന്ന വാൾട്ടറിന്റെ മകന് അച്ഛന്റെ ഈ നയങ്ങളോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു. അച്ഛൻ അസുഖത്തോട് പോരാടാൻ തയ്യാറാണെങ്കിൽ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി അച്ഛനെ രക്ഷിക്കണമെന്നായിരുന്നു അവന്റെ മനസ്സിൽ. എന്നാൽ വാൾട്ടറിന്റെ ഈ ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം വന്ന അവൻ, എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കൂ, പെട്ടെന്ന് മരിക്കാൻ അതാണ് നല്ലതെന്ന് സങ്കടത്തോടെ പറഞ്ഞു.